ഹായ് അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ബിൻഡി മസാലയാണ്. ചോറിൻ്റെ ഒപ്പാണേലും ചപ്പാത്തിയുടെ ഒപ്പാണേലും പൊറോട്ട എന്തിൻ്റെ ഒപ്പാണേലും നന്നായിട്ട് പോകുന്ന ഒരു നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോർത്ത് ഇന്ത്യൻ ഇതാണെങ്കിലും നമുക്കും ഇഷ്ടപ്പെടും. ഇപ്പം ആ ജീരകത്തിൻ്റെ ടേസ്റ്റൊന്നും ഒത്തിരി ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ചേർത്തിട്ട് ഗരം മസാല ഇച്ചിരി കൂടുതൽ ചേർത്താലും മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി കഴുകി വാരിയിട്ട് തുടച്ചെടുക്കണം വെണ്ടയ്ക്ക. എന്നിട്ട് ഇതേപോലെ നീളത്തിൽ ഒരു നമ്മുടെ വിരലിൻ്റെ പകുതി നീളത്തിൽ വെച്ച് കഷ്ണിച്ചിട്ട് നമുക്കത് വറുത്തെടുക്കണം. ആദ്യമേ ഒത്തിരി ഫ്രൈ ആവണ്ട, പക്ഷേ ഒരു മുക്കാൽ ഫ്രൈ ആക്കി എടുക്കുവാണ്. ഇതാദ്യമേ നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് ബാക്കി നമുക്ക് ചെയ്യാം. വറുക്കുമ്പം ഒരു കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് വറുക്കാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ പ്ലെയിനായിട്ട് വേണേലും വറുത്ത് മാറ്റി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് വറുത്ത് കോരിയായ എണ്ണയിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ജീരകം, കറുവപ്പട്ട, ബേ ലീഫ്, ഗ്രീൻ കാർഡമം, ഒരു ബ്ലാക്ക് കാർഡമം, ഇത്ര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ച് എടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്ത് അതിലേക്ക് നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോളയാണ്, അത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴറ്റി ബ്രൗൺ കളർ ആകണം. അതുവരെ നന്നായി വഴറ്റുക. അത് നന്നായി ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൗഡർ, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത്. ജീരകത്തിൻ്റെ ചുവ ഒത്തിരി ഇഷ്ടമല്ലാത്തവർ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ചേർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഗരം മസാല ഇച്ചിരി കൂടി കൊടുത്താൽ കുഴപ്പമില്ല. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. തീ കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കാവുള്ളൂ. ഇൻ കേസ് എന്തെങ്കിലും കരിഞ്ഞു പോകുന്ന ഡൗട്ടുള്ളവർ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു 2 പിഞ്ചോളം നമ്മുടെ കായപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല ടേസ്റ്റ് തരും ഇതിന്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് തക്കാളി, അത് നന്നായി അരിഞ്ഞു വെച്ചത് ചേർത്തിളക്കാം. പൊടികൾ മൂത്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവിക്കാൻ വെച്ചു. നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. 1 കപ്പ് കട്ട തൈര്, പുളി കുറവുള്ള തൈര്. മിക്സിയിൽ ഇട്ടടിക്കരുത്, ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ ഒന്നിൽ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ തീ നന്നായി കുറച്ച് വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഇതുള്ളവർ തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി എന്നിട്ട് തീ ഒന്ന് പതിയെ ഇച്ചിരി കൂട്ടി വെച്ച് ലോ ടു മീഡിയം വെച്ചിട്ട് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് അടച്ച് വെച്ച് നന്നായി ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നോടം വരെ തിളപ്പിക്കാം.
അപ്പം നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തപ്പോഴും ഇപ്പുറത്തെ വീഡിയോയും 2 വീഡിയോയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നന്നായി എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് എന്തേരം ഗ്രേവി ആവശ്യമുണ്ടോ അതിനനുസരിച്ച്. നമ്മൾ എന്തായാലും ബിൻഡിയാണ് യൂസ് ചെയ്തേക്കണേ, വെണ്ടയ്ക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്, ചാറ് ഒത്തിരി ഇല്ല, അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാവുള്ളൂ. അപ്പം ഞാനിതിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഞാൻ കുറുക്കിയെടുക്കുന്നുമുണ്ട്. തിളച്ച വെള്ളമാണ്, തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഇനി നന്നായി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് പറ്റിച്ചെടുക്കാം. അതിന് ശേഷം മാത്രം വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില തൂവി കൊടുക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇഷ്ടമില്ലേ കുഴപ്പമില്ല. നന്നായി തിളച്ച് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് നന്നായി ഇളക്കി നമുക്ക് അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ചാറ് കുറുകി വെണ്ടയ്ക്കയുടെ ഇങ്ങനെ എന്താ പറയണേ പെരണ്ടിരിക്കുന്ന പരുവാകുമ്പോഴാണ് നമുക്കിത് എടുക്കേണ്ടത്. ഇത്തിരി ചാറ് നീട്ടിയെടുത്താലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഒരു കുറുകിയിരിക്കുന്ന പരുവമാണ് ഇതിൻ്റെ ഗ്രേവി. നിങ്ങൾക്ക് ഇഷ്ടമാകും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും നമ്മുടെ കുത്തരിച്ചോറിൻ്റെ ആണെങ്കിലും വെള്ളരിച്ചോറിൻ്റെ ആണെങ്കിലും ഏതിനൊപ്പവും നന്നായിട്ട് പോകുന്നൊരു കറിയാണ്. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് ഇടുക. എൻ്റെ ഹസ്ബൻഡ് നോർത്ത് ഇന്ത്യനാണ്, കാശ്മീരിയാണ്. അതുകൊണ്ടാണ് കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഞാൻ ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ഡിഷ് വേണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ഇടാവുന്നതാണ്. ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാങ്ങുന്നതിന് മുമ്പ് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിളക്കി വാങ്ങി വയ്ക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ബ്ലെസ്ഡ്. അല്ലാഹ് ഹാഫിസ്.